സസ്പെൻഷൻ ശുപാർശയിൽ സന്തുഷ്ടനല്ലെന്നും പോലീസുകാരെ പിരിച്ചുവിടണമെന്നും കുന്നംകുളത്ത് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ സുജിത്ത് 5 പേരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണം, ഇവർക്ക് സർക്കാർ സർവീസിൽ തുടരാൻ യോഗ്യതയില്ലെന്നും സുജിത്ത് പറഞ്ഞു. ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, 2023 നടന്ന സംഭവമാണ്. ഈ ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശം വഴി ഈ സുജിത്തിന് ഈ ഒരു CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കാൻ ഇടയായത്. ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ വഴി പുറം ലോകത്തേക്ക് എത്തിയതിന് ശേഷമാണ് ഈ നടപടികളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നേരത്തെയും ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു തൃശ്ശൂർ റേഞ്ച് DIG-ക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ആ വിശദാംശങ്ങളിലേക്കും ഒക്കെ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു മറുപടിക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടിക്ക് ശേഷം നമുക്ക് അങ്ങോട്ട് എത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു നടപടിയിൽ സന്തുഷ്ടനല്ല. അതോടൊപ്പം തന്നെ 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ളതാണ്. നേരത്തെ കോടതി പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത് 4 പേരെയാണ്. അതിൽ ഒരാളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ വ്യക്തി, അതായത് ഡ്രൈവർ സുബൈർ, ഇപ്പോൾ പോലീസിലില്ല, മറ്റ് വേറൊരു വകുപ്പിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ 5ാമത്തെ ഡ്രൈവർക്കെതിരെയും നടപടി വേണമെന്നുള്ളതും കൂടിയാണ്. അതോടൊപ്പം കടുത്ത നടപടി വേണമെന്നുള്ളതും കൂടിയാണ്. എന്തായാലും പോലീസ് വിഭാഗം ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ജനങ്ങളുടെയും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ചോദ്യമുനയിലല്ലേ? തീർച്ചയായും കാളിദാസൻ, അത് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അല്പസമയം മുമ്പാണ് ഈ സുജിത്ത് ഈ മാധ്യമങ്ങളെ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ DCC ഓഫീസിൽ വെച്ചാണ് കണ്ടതെന്നാണ് നിഗമനം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് കണ്ടത്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അതായത് സസ്പെൻഷനിൽ ഒതുങ്ങിയാൽ പോരാ, ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ്. നേരത്തെ 4 പോലീസുകാരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്രൈവറെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡ്രൈവർ സുഹൈർ ഉൾപ്പെടെ തന്നെ മർദ്ദിച്ചു എന്നാണ് ഈ സുജിത്ത് മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ സസ്പെൻഷൻ നടപടി ശുപാർശ ചെയ്ത വാർത്തക്ക് തൊട്ടു പിന്നാലെയാണ് സുജിത്ത് മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലാണ് സുജിത്ത് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. അതായത് സുജിത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇവരൊരിക്കലും പോലീസ് സേനയ്ക്ക് അപമാനമാണ്. ഇവരെ ഒരിക്കലും പോലീസ് സേനയിൽ തുടരാൻ അർഹരല്ല എന്നും പറയുന്നു. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും CCTV ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്നും സുജിത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പിരിച്ചുവിട്ടാൽ മാത്രം പോരാ, മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അന്നത്തെ DIG ദൃശ്യങ്ങൾ, അതായത് തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അന്നത്തെ DIG കണ്ടതാണെന്നും എന്നിട്ടും അദ്ദേഹം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. CCTV ഇല്ലാത്തിടത്തും കൊണ്ടുപോയി അദ്ദേഹത്തെ, അതായത് സുജിത്തിനെ മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ സുഹൈർ എന്ന മറ്റൊരു പോലീസുകാരനും മർദ്ദിച്ചു. അതാണ് ഈ ഡ്രൈവർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹവും ഇയാളെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ പോലീസിനെ വലിയ രീതിയിൽ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവം മാറി. 2023 ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. തൃശ്ശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഈ സുഹൃത്തുക്കളുമായി ഉണ്ടായ പോലീസുകാരുടെ തർക്കം ചോദ്യം ചെയ്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സുജിത്തിനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ മാറുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ഒരു ഒറ്റമുണ്ട് മാത്രം കൊടുത്താണ് സുജിത്തിനെ കൊണ്ടുവരുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ജീപ്പിൽ നിന്ന് വലിച്ചിറക്കുന്നു, നേരെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നു. ചുമരിനോട് ചേർത്ത് ഈ മുതുകത്ത് കൈമുട്ടി ചുരുട്ടി ഇടിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു മർദ്ദനമാണ്. തുടർന്ന് താൻ നടത്തിയ ഒരു നിയമ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമ്പാദിക്കുന്നതും വിവരാവകാശ വിവരാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടലിലൂടെ തനിക്ക് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതും തുടർന്ന് സുജിത്ത് വളരെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതുമൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസുകാർക്ക്, ഈ സംസ്ഥാനത്തെ പോലീസിനെതിരെ വളരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഇത് പറയേണ്ടി വരുന്നത്. കാളിദാസ്. ഫൈസൽ, അതേപോലെ തന്നെ ഈ ഒരു സുജിത്തിൻ്റെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ, അതിൽ ഈ ഒരു തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കർ ആണിപ്പോൾ ഈ ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിന് മുൻപേ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ദൃശ്യങ്ങളൊക്കെ ഈ DIG ഇദ്ദേഹം കണ്ടിരുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ വരെ പോലും ആ ഒരു കാലയളവിൽ നടപടികളൊന്നും പോയിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. അവിടെ നിന്നും സ്ഥലം മാറ്റുക, അതോടൊപ്പം തന്നെ 2 ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ട ഇൻക്രിമെന്റ് മാത്രം കട്ട് ചെയ്യുന്ന
നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് തൃശൂർ റേഞ്ച് DIG പോലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ അന്വേഷണം ഊർജിതമാക്കുന്നതും ഈ ഒരു ശുപാർശ നൽകുന്നതും ഒക്കെ കൂടി തന്നെ. അതോടൊപ്പം ഇതങ്ങനെ നിൽക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് വിഭാഗത്തെ, പോലീസ് സേനയെ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് ഈ 5ാമത്തെ പ്രതി എന്ന് ഈ സുജിത്ത് പറയുന്ന ഈ ഡ്രൈവർ സുഹൈർ ഇപ്പോൾ വേറൊരു വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് തോന്നുന്നു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ ഒരു ഡ്രൈവർ സുഹൈർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുഹൈറിനെതിരെ കേസെടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പോലീസ് വിഭാഗം നേരത്തെ അറിയിച്ചിരുന്നത് CCTV ദൃശ്യങ്ങളിലെങ്ങും സുഹൈർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളില്ല, അല്ലെങ്കിൽ സുഹൈർ മർദ്ദിക്കുന്നതായി CCTV ദൃശ്യങ്ങൾ എങ്ങും കണ്ടിട്ടില്ല. പക്ഷേ ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപേ ആയിരുന്നു ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്തിരുന്നത്. അതായത് നേരത്തെ തന്നെ 5 പേർക്കെതിരെ കേസ് എടുക്കേണ്ടിടത്ത് 4 പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളൂ എന്നുള്ളതും കൂടിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് പോലീസ് വിഭാഗത്തെ ഏറ്റവും കൂടുതൽ ചോദ്യമുനയിൽ തന്നെ നിർത്തുന്നതിൽ, സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എന്നുള്ളതും കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാം, അല്ലേ? തീർച്ചയായും കാളിദാസൻ അങ്ങനെ തന്നെ പറയേണ്ടി. കാരണം ഈ ഒരു വിഷയം 2022 പുറത്തു വന്ന് 2023 നടന്ന ഈ സംഭവം ഈ ഉത്തരമേഖല DIG ഉൾപ്പെടെ അന്വേഷിച്ചതാണ്. അദ്ദേഹം അന്വേഷണത്തിൽ അന്ന് ഈ പോലീസുകാരുടെ ഇൻക്രിമെന്റ് വളരെ ചെറിയൊരു ശിക്ഷയാണ് അന്ന് നൽകിയത്. അതായത് പോലീസുകാരുടെ ഈ പ്രതികളാക്കപ്പെട്ട ഈ പോലീസുകാരുടെ, ഈ മർദ്ദിച്ച പോലീസുകാരുടെ ഇൻക്രിമെന്റ് നിർത്തിവെപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ മറ്റ് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത്തരത്തിലൊരു വെറും ചെറിയൊരു നടപടി മാത്രമാണ് എടുത്തത്. പിന്നീട് അത്രയും നമുക്ക് ആ സുജിത്ത് അന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ എത്ര ക്രൂരമായിരുന്നു അദ്ദേഹം ആ മർദ്ദനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരം അതായത് സുജിത്തിന്റെ കർണപടത്തിൽ ഉൾപ്പെടെ പരിക്ക് പറ്റി, ഒരു ചെവിക്ക് ഇപ്പോൾ കേൾവി കുറവുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ഒരു കാര്യമാണ് സുജിത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. അതിനുശേഷം തുടർന്ന് ഈ സുജിത്ത് വളരെ ശ്രമകരമായി നടത്തിയ ഒരു തൻ്റെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിന് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തു. മാധ്യമങ്ങളിൽ വളരെ കഴിഞ്ഞ ഒരാഴ്ച അത് വലിയ രീതിയിലൊരു വാർത്തയാകുമൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. അതായത് ഇത് ഓൾറെഡി കോടതിയിലെത്തിയൊരു കേസായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഈ ഒരു കേസ് ഉണ്ടായിരുന്നത്. അന്നത്തെ മജിസ്ട്രേറ്റായ ജയന്താണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുജിത്ത് അന്ന് മദ്യപിച്ചിരുന്നു എന്നും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടാൻ ശ്രമിച്ചു എന്നുമാണ് ഈ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് വൈദ്യപരിശോധനയിലാണ് സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞത്. അതോടെ തന്നെ ഇതൊരു പൊള്ളയായ കേസാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് ജയന്ത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്. അദ്ദേഹത്തെ വെറുതെ വിടുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഈ തന്നെ നിയമ പോരാട്ടം സുജിത്ത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ വരുന്നതും പുറത്തേക്ക് എത്തുന്നതും. ഏതായാലും പോലീസുകാർക്കെതിരെ ഇപ്പോൾ 4 പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ ഉണ്ടാകുമെന്ന ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ DIG ചെയ്തിരിക്കുകയാണ്. അത് ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഏതായാലും ഈ സുഹൈർ എന്ന് പറഞ്ഞ ആൾ, അതായത് ഈ സുഹൈറിനെതിരെ നടപടി ഇല്ലാത്തത് കാളിദാസൻ പറഞ്ഞതുപോലെ അദ്ദേഹം CCTV ദൃശ്യങ്ങളിൽ എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ സുജിത്ത് ഈ സുഹൈർ സുജിത്തിനെ മർദ്ദിച്ചു എന്നാണ് സുജിത്ത് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതായത് ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരനും തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സുജിത്ത് പറയുന്നത്. ഏതായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ ആണ് ഉണ്ടാകുന്നത് എന്നാണ്, അതിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന് മനസ്സിലാക്കുന്നു. DIGക്ക് ഈ ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പോലീസുകാരെ വേണമെങ്കിൽ പിരിച്ചുവിടാം എന്നുള്ളൊരു നിയമോപദേശം കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സ്ഥിരീകരിക്കാത്തൊരു വിവരമാണത്. കാരണം ഇത് ഇപ്പോൾ ഓൾറെഡി നടപടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരാണ് ഇവർ. നമ്മൾ പറഞ്ഞതാണ്, ഈ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയും ഇപ്പം തന്നെ മറ്റ് വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റുകയൊക്കെ ചെയ്ത പോലീസുകാരാണ് ഇവർ. അവർക്കെതിരെ ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു കോടതി. എങ്കിലും ഈ നിയമോപദേശം തേടിയിട്ടിരിക്കുകയാണ് DGP ഉൾപ്പെടെയുള്ളവർ. ഏതായാലും ഇദ്ദേഹത്തിനെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടാക്കിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസും, അതായത് KPCC ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്
പോലീസുകാരെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ സുജിത്തിനെ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ട് സുജിത്തിന്റെ ആ വാർത്താ സമ്മേളനത്തിന്റെ ആ ദൃശ്യങ്ങളും സുജിത്ത് പറഞ്ഞ വാക്കുകളും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം ബാക്കി വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ CCTV ഇല്ലാത്ത സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല. CCTV ഗ്രൗണ്ട് ഫ്ലോറിൽ CCTV നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ CCTV ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നേ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ മുകളിൽ വെച്ച് അടിച്ചതും ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് പറഞ്ഞത്. സുപ്രീം കോടതി വിധിയിലുള്ള ഒരു വാചകമുണ്ട്. 2020 സുപ്രീം കോടതി വിധിയിൽ പ്രധാനമായിട്ടും പറയുന്നത് 2018 വിധി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് എഡീഷനായിട്ട് കൂട്ടിച്ചേർത്ത് CBI, NIA, ED, NCB, DRI, SFI ഇവിടെ മുഴുവൻ ഇത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഫൈസൽ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു സുപ്രീം കോടതി സ്വമേധയാ എടുത്ത ആ ഒരു കേസിൽ കക്ഷി ചേർന്ന വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അതായത് സുപ്രീം കോടതി പ്രകാരം സ്വമേധയാ സുപ്രീം കോടതി കേസ് എടുത്തിരിക്കുന്നത് എല്ലാ ഓഫീസുകളിലും ഈ ഒരു CCTV അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലെ CCTV ക്യാമറകൾ കാര്യക്ഷമമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആ ഒരു കേസിലാണ് ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ശുപാർശയിൽ ഒട്ടും തന്നെ സന്തുഷ്ടനല്ല ഉത്തരമേഖല DIGയിലേക്ക് ഈ ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രധാനമായും ഈ ഒരു റിപ്പോർട്ട് ശുപാർശ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ നിന്ന് DGPയിലേക്ക് എത്താൻ വലിയ താമസമില്ല എന്ന് തന്നെ മനസ്സിലാക്കണമല്ലേ. ഈ നടപടികൾക്കൊരു മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ ഈ നടപടികൾ കർശനമാകുന്ന ഒരു തരത്തിലുള്ള ഒരു നീക്കം DGPയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ ഫൈസൽ? തീർച്ചയായും. അതായത് ഇപ്പോൾ ഈ 4 പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവ് ഉത്തരമേഖല IG-ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിപ്പോൾ DGPയുടെ പക്കലെത്തിയിരിക്കുകയാണ്. ഏറ്റവും അല്പസമയത്തിനകം തന്നെ ഇതിനൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ ചിലപ്പോൾ നടപടി ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സസ്പെൻഷനിൽ ഒതുങ്ങുമോ അതോ പിരിച്ചുവിടുമോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയേണ്ടത്. കാരണം ഈ പിരിച്ചുവിടാം എന്നുള്ളൊരു നിയമോപദേശം കൂടി DGPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ആ ഒരു വിവരം ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അതിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം അത്രയും ക്രൂരമായ ഒരു മർദ്ദനമാണ് കേരള പോലീസിനെ ഉൾപ്പെടെ നാണം കെടുത്തുന്ന രീതിയിലേക്കുള്ളൊരു കേരള പോലീസിന്റെ വളരെ ക്രൂരത നിറഞ്ഞൊരു സംഭവമായി മാറി. കുന്നംകുളം പോലീസിന്റെ വളരെ ക്രൂരത നിറഞ്ഞ ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് അകാരണമായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ വളരെ ഏതൊരാൾക്കും ഒരു നെഞ്ചുപൊട്ടുന്ന രീതിയിലുള്ളൊരു ദൃശ്യങ്ങളായിരുന്നു അത്. കാരണം അത്രയും ക്രൂരത നിറഞ്ഞ ഒരു മർദ്ദനമേൽക്കുന്നു. 2023 ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അത്രയും നിയമ പോരാട്ടത്തിനൊടുവിൽ ആ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും അത് പുറത്തു വരികയൊക്കെ ചെയ്തു. അത്രയും ക്രൂരത നിറഞ്ഞൊരു സംഭവം. അന്ന് DIG ഈ വിഷയം അന്വേഷിക്കുകയും ഈ 4 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അത് വളരെ കുറഞ്ഞൊരു നടപടിയായിരുന്നു. അതായത് ഇവരെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയും ഒപ്പം തന്നെ ഇവരെ വിവിധ സ്റ്റേഷനിലേക്കും വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ സ്ഥലം മാറ്റുകയും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങുന്നത് എന്നാണ് അറിയുന്നത്. സസ്പെൻഷനിൽ ഒതുങ്ങുമോ അതോ പിരിച്ചുവിടുമോ എന്നാണ് അറിയേണ്ടത്. കാരണം കോൺഗ്രസ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ വിഷയത്തിൽ. ഈ മർദ്ദിച്ച പോലീസുകാരുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം സർക്കാരിനുമുണ്ട് തന്നെ, പോലീസ് സേനക്കുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഈ 4 പോലീസുകാരെ പിരിച്ചുവിടണം എന്നൊരു ഒറ്റ ആവശ്യത്തിൽ നിൽക്കുകയാണ് സുജിത്തും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ സമ്മർദ്ദമേറെയാണ്. ഇനി എന്തായിരിക്കും ഇതിലെ നടപടി എന്നാണ് അറിയേണ്ടത്. അത് ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് കാളിദാസ്. അപ്പോഴൊരു പ്രശ്നമുണ്ട് ഫൈസൽ. കാരണം ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു ശുപാർശ ഉത്തരമേഖല IG-യിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഇത് DGPയിലേക്ക് എത്തി. DGPയുടെ ഭാഗത്തു നിന്നും ഈ 4 പോലീസുകാർക്കെതിരെ മാത്രമേ നടപടി വരുന്നുള്ളൂ. 5ാമത്തെ ആൾ ഇപ്പോൾ പോലീസ് സേനയിലില്ല, മറ്റൊരു വിഭാഗത്തിലാണ്. അയാൾക്കെതിരെ ഉള്ള നടപടി എങ്ങനെയായിരിക്കുമെന്നുള്ളതും കൂടിയാണ്
നമുക്ക് അല്ലെങ്കിൽ ആകാംക്ഷയുള്ളത്. കാരണം എത്തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടാവുക, കോൺഗ്രസ് ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു 5-ാം പ്രതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കടുത്ത നീക്കങ്ങൾ ഈ ഒരു നിലവിൽ സുഹൈർ ജോലി ചെയ്യുന്ന ആ ഒരു വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതൊരു ഏകോപനമായി ഈ ഒരു കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് DGPയുടെ അടുത്തേക്ക് എത്തി നടപടി ഉണ്ടാകുമ്പോൾ വരിക 5 പോലീസ് എന്നതിന് പകരം 4 പോലീസുകാർക്കെതിരെ മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെയാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് എന്തായാലും DGPയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാവുക, അല്ലേ ഫൈസൽ? തീർച്ചയായും നിലവിലിപ്പോൾ ഈ DGPയുടെ കയ്യിലെത്തുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 4 പേർക്കെതിരെയുള്ളത് മാത്രമായിരിക്കും. കാരണം കാളിദാസൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CCTV ദൃശ്യങ്ങളിൽ ഡ്രൈവർ സുഹൈർ പെടാതിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മർദ്ദിച്ചിരുന്നു എന്ന് സുജിത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന് തെളിവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ CCTV ദൃശ്യങ്ങളിലുള്ള ഈ 4 പോലീസുകാരാണ് ഈ 4 പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ എന്ത് നടപടി, സുഹൈറിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. കാരണം ഇത് സുജിത്ത് പറയുന്നുണ്ട്, ഇദ്ദേഹം ഈ ഡ്രൈവർ ഉൾപ്പെടെ തന്നെ മർദ്ദിച്ചു, സുഹൈർ ഉൾപ്പെടെ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നും ഈ സുജിത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാളിദാസൻ ഈ സുജിത്തിനെ CCTV ദൃശ്യങ്ങളിൽ, അതായത് CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് വരെ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് ഈ സുജിത്ത് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് ഈ ഒരു സുഹൈർ ഇദ്ദേഹത്തെ മർദ്ദിച്ചിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ വകുപ്പ് നിന്നും മാറ്റിയിട്ടുണ്ട്, അത് പോലീസ് വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി ആകാംക്ഷയോടെ അറിയേണ്ടത്. ഏതായാലും അല്പസമയത്തിന് അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നേരത്തെ കാളിദാസൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ബൈറ്റിൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ ഒരു സ്വമേധ എടുത്ത കേസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാ സംസ്ഥാനത്തെ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ളൊരു കാര്യം അതിൽ കക്ഷി ചേരുമെന്നൊക്കെ സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ഇത്തരത്തിലൊരു നടപടി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂരത അനുഭവിക്കാതിരിക്കാനുള്ളൊരു നടപടി കൂടിയായിട്ട് വേണം ഇതിനെ കരുതാൻ. മറ്റുള്ളവർക്കും തൻ്റെ ഗതി വരരുത് എന്നുള്ളൊരു നടപടിയായിട്ട് വേണം ഇതിനെ കരുതാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു DGP അടുക്കലേക്ക് ഈ ഒരു ശുപാർശ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ നടപടി ഉണ്ടാവുക. എന്തായിരിക്കും നടപടി എന്നത്, കാരണം സസ്പെൻഷൻ ആണോ അതോ പിരിച്ചുവിടുകയാണോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. കാളിദാസ് ഫൈസൽ, നടപടി കടുത്തതാകുമോ DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയാനുള്ളത്. തൃശ്ശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപട്ടികയിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയിരിക്കുകയാണ് തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കർ. നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ഉത്തരമേഖല IG-ക്കും കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം 3 പോലീസുകാർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സ്വീകരിച്ച നടപടി, സസ്പെൻഷൻ നടപടി പോരാ എന്നുള്ളതും കൂടിയാണ് മർദ്ദനമേറ്റ സുജിത്ത് പറയുന്നത്. 5 പേരെയും ഇപ്പോൾ നിലവിൽ 4 പേർക്കെതിരെയാണ്, ഉൾപ്പെടാത്ത മറ്റൊരു വകുപ്പിൽ ഉദ്യോഗസ്ഥനായി ഇപ്പോൾ തുടരുന്ന പോലീസ് സേനയിൽ ഇല്ലാത്ത ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റാരോപിതനായ 5-ാമത്തെ ആളെ അടക്കം 5 പേരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണം. സർക്കാർ സർവീസിൽ തുടരാൻ ഇവർക്ക് യോഗ്യതയില്ലെന്നും കൂടിയാണ് സുജിത്ത് തൃശ്ശൂരിൽ പറഞ്ഞത്.